3 മണിയാല്ലേ. ശരത് എന്താ ഈ 2 ആഴ്ച ഇവിടെ കിടന്ന് 2 അല്ല വൈകിപ്പോയി 2 ആഴ്ച ഇവിടെ വെറുതെ പാഴായി പനിക്കോള് കാരണം ഓട്ടിസം കിട്ടി. ഇന്നലെ ഈ ഒരു മാസത്തിൽ എന്തൊക്കെയാണ് ബോഡി നല്ല ചൂടായിരുന്നല്ലോ ഇവിടെ വരുമ്പം അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോ തോന്നുന്നുണ്ടോ? ശരത് സമ്മതിക്കുന്നുണ്ടോ അത്? ആണോ? പൊതുവിൽ ശരി. റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ് പെടലി അങ്ങനെയൊക്കെ നല്ല ശരി. എന്തുവാണ് വലിയ പല്ല് കടിയുണ്ട്. ഇതെന്തായി റിപ്പീറ്റായിട്ട് ചെയ്യുന്ന മൂവ്മെന്റ്സ് അല്ലേ അതിപ്പോ ഇല്ല. അതിവിടെ വന്നപ്പോ ഉണ്ടായിരുന്നല്ലോ അത്. പിന്നെ വലിയ സുഭാഷിതം പറച്ചിലുണ്ടായിരുന്നു ഇവിടെ വന്നപ്പം. ശരി. ഇല്ല അല്ല അടി പല വഴിക്ക് വീഴുന്നുള്ള പേടിയിലാണോ? ആ പേടിയിലാണോ അതൊക്കെ ഒഴിവാക്കുന്നത്? അതിനെ കുഴപ്പം. അപ്പൊ സിസ്റ്റർ നന്നായി. ഈ ഹൈപ്പർ ആക്റ്റീവ് മൂവ്മെന്റ് പിന്നെ ഓടിച്ചാടി കക്ഷി നിൽക്കുന്നുണ്ട്. അതിപ്പം കൊച്ചാണ് ഓടിച്ചാടി നിൽക്കും. അത് നമുക്കൊന്നും ചെയ്യാൻ വയ്യ. എന്തായാലും ആ അനാവശ്യ സംസ്കാരവും ആ റിപ്പീറ്റ് മൂവ്മെന്റും പിന്നെ ബോഡി ഹീറ്റും അതൊക്കെ കുറഞ്ഞ നന്നായി. ഓൾസോ എന്തായിരുന്നു അലൂഫ്നെസ് എക്സസ് ഇവിടെ വരുമ്പോഴേ അലൂഫ്നെസ് എക്സസ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒറ്റക്കിരിപ്പ് ആരോടും മൈൻഡ് ചെയ്യാതെ ആ രീതിയിൽ അങ്ങനെ ഇത് എഴുതിയിരിക്കുന്നത് അലൂഫ്നെസ് എക്സസ് അങ്ങനെ. പിന്നെ എന്തിനാണ് ഇത് എഴുതിയത് എനിക്ക് മനസ്സിലാവാതെ. ഇടയ്ക്ക് മൊത്തം ഒന്ന് മാറി നിൽപ്പില്ലായിരുന്നോ വീട്ടില്? അങ്ങനെ ഇടയ്ക്ക് ഉണ്ടായിരുന്നോ അലൂഫ്നെസ് എക്സസിന്? ഇവിടെ അതായത് എഴുതിയിരിക്കുന്നത് അതെനിക്ക് അല്ല എഴുതത്തില്ല അങ്ങനെ. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഞവര തേപ്പ് തുടർന്ന് ചെയ്യാൻ പറ്റിയല്ലോ. സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ 22-ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞവര തേപ്പ് അപ്പം തന്നെ സ്റ്റോപ്പ്. എന്നിട്ട് പിന്നെ തുടങ്ങുന്നത് 1-ന്. ഇത്രയും നാളെ പനിക്കോൾ എങ്ങനെ നിന്നുണ്ട് ദശമുളക് ഇത്രയും സുദർശനെല്ലാം കഴിച്ചിട്ട് പോലും സ്റ്റൊമക്ക് പെയിൻ അതൊക്കെ ആയിട്ടും ഫ്ലൂ. പിന്നെ ഞവരപ്പൊടി വെച്ച് ഉദ്വർത്തനം തുടങ്ങി നമ്മൾ ഡ്രൈ ആയിട്ട് ജൂൺ 4, 5, 6. പിന്നെ ശരിക്കും 8 മുതലാണ് തുടങ്ങിയത് നമ്മൾ ഞവര തേപ്പ്. 30 തുടങ്ങി 45 മിനിറ്റ് ആക്കി. പ്ലീസ് മേക്ക് 45 മിനിറ്റ്സ്. അപ്പം നല്ല ചേഞ്ച് ഉണ്ടല്ലോ ചേച്ചി. അത് നിങ്ങൾ പറഞ്ഞ പോരാ, പുള്ളിക്ക് തോന്നുന്നുണ്ടോന്ന് അറിയണ്ടേ. മാത്രമല്ല മറ്റുള്ള ബന്ധുക്കൾ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ ആരെങ്കിലും ഒക്കെ. ഗോഷ്ഠിയൊന്നും ഇല്ല. ഗോഷ്ഠികളൊന്നും ഇല്ലല്ലോ. നല്ല കുറവാണല്ലോ. പറയാതെ തന്നെ പിന്നെ ബന്ധുക്കളാണ് ഇച്ചിരി വ്യക്തമായിട്ട് വിലയിരുത്തുന്നത്. അതിപ്പം പുള്ളി എന്ത് ചെയ്യാൻ പറ്റും? കെട്ടി വെക്കാൻ പറ്റുമോ കക്ഷിയെ? കുഴപ്പമില്ല, എപ്പോ വേണമെങ്കിലും പോകാൻ സിസ്റ്ററെ, ഒരു കുഴപ്പമില്ല. പിന്നെ അങ്ങനെ റെഡിയാ.